നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് മൂർത്തി മുത്തശ്ശന്റെ അരിയിലേക്ക് വരുവാണ്. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഉറങ്ങാതിരുന്നേന്ന് പറയാണ്. അല്ല, യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. ആദർശ് പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശ. ഉം, മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒരു പ്രശ്നവും കൂടാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തി. അല്ലായിരുന്നെങ്കിൽ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, കുറച്ച് പണിപ്പെടേണ്ട വന്നു. എന്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഞാൻ വിളിച്ചു. അങ്ങനെ ഒടുവിലാണ് നിന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെനിക്കറിയാം മുത്തശ്ശ. അല്ലടാ മോനെ, നിനക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ അല്ലേ? ഇല്ല മുത്തശ്ശ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഉം. നമ്മളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ എം ജ്വല്ലറിയാ മുത്തശ്ശ. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശനൊന്ന് ആലോചിച്ചു. അവരവിടെ പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പം അവര് മുന്നിലാവും ശ്രമിച്ചോണ്ടിരിക്കുവല്ലേ. സാരമില്ല, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇതുവരെ സത്യത്തിനും നീതിക്കും നിരക്കാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മുന്നിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല. ഉം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശ് പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശ. ഉം. ഒരു പക്ഷേങ്കില് നമ്മളെ അവിടെ താർക്കാന്നുള്ളായിരുന്നു അവരുടെ ലക്ഷ്യം. മുത്തശ്ശൻ പറഞ്ഞു, നിന്നെ അവിടെ തളച്ചിടുവാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്ന് ഈ പറയുന്നവർക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ അവിടെ തളയ്ക്കാനായിട്ട് ശ്രമിച്ചത്. ആദർശ് പറഞ്ഞു, പക്ഷെ അതിനവർക്ക് സാധിച്ചില്ലല്ലോ. കാരണം ബാക്കി എല്ലാ ജ്വല്ലറികളും അവര് കൈക്കലാക്കി. പക്ഷെ നമ്മളെ മാത്രം പിന്നിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പൊ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നീ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, ഈ ജ്വല്ലറിയുടെ MD ആരാന്നറിയാവോന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. മൂന്നാലഞ്ച് പേര് ചേർന്നിട്ടാ അത് തുടങ്ങിയെന്നൊക്കെ അറിയാം. ബാക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, ശരി, നീ കുറച്ച് ക്ഷീണിച്ച് വന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ശരി മുത്തശ്ശാന്ന് പറയണ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നിന്നെ കാത്ത് ഒരാളുടെ ഇരിപ്പുണ്ട്, അറിയാലോ. നീ വരുന്നതും കാത്ത്. കാരണം നിന്നെ കാണാനില്ല, അല്ലെങ്കിൽ നീ ജയിലില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച നിന്റെ ഭാര്യ നയനയായിരുന്നു. അപ്പൊ നീ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറയണം. പിന്നെ കുറച്ചു പേർക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ് നീ വരാത്തേല്. അവരൊന്നും തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവരിപ്പോ തൽക്കാലത്തേക്ക് അറിയാനും പോകണ്ടെന്ന് ആദർശിനോട് പറഞ്ഞു. ശരി മുത്തശ്ശാന്നും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ആദർശ് നയനയുടെ അരിയിലേക്ക് വരുവാണ്. നയന ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് പോയി കെട്ടിപ്പിടിച്ചു. ഈ സമയം ആദർശ് പറഞ്ഞു, അത് കാണാതിരുന്ന് കാണുമ്പോ കുറച്ച് സ്നേഹം കൂടുതലുണ്ട് അല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നയന പറഞ്ഞു, അത് മാത്രല്ല ആദർശേട്ടാ, ആദർശേട്ടൻ ജയിലിലാണല്ലോ, പെട്ടെന്നൊന്നും മടങ്ങി വരില്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആദർശേട്ടൻ മടങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇരട്ടി സന്തോഷം അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നയനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നയന പറഞ്ഞു, ഇനിയിപ്പൊ പോണ്ട വരുമോന്ന് ചോദിച്ചു. ഏയ്, ഇനിയിപ്പൊ പോണ്ട വന്നാലും എന്നെ പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. മുത്തശ്ശനാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ അപ്പൊ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ. അപ്പോഴേക്കും നാനു അല്ല, ശരിക്കും അവിടെ എന്താ സംഭവിച്ചേ? അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ജ്വല്ലറിക്കകത്തുള്ളവർ തന്നെയാ നമ്മുടെ ഒറ്റാനായിട്ട് മുൻനിരയിൽ നിന്നേന്ന് തോന്നേ. ഇവിടെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റില്ലേ നമ്മുടെ ജ്വല്ലറിയിൽ. അപ്പൊ അതിനെ സഹായിച്ച കുറച്ച് ആൾക്കാരിക്കില്ലേ, അതുപോലെ തന്നെ അവിടെ ആരൊക്കെയുണ്ട്. അവരൊക്കെ ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ അതാരാ എന്താന്ന് ഇതുവരായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. സാരമില്ല, കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെയാണ് നമ്മുടെ ബ്രാഞ്ചില് കുറച്ച് ആൾക്കാരെ, നല്ല കഴിവുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ദുബായിൽ ഒരു ശുദ്ധികലശം തന്നെ വേണ്ടി വരും. പിന്നെ അവർക്കൊക്കെ അറിയാം, ദുബായിലുള്ള നമ്മുടെ ശത്രുക്കൾക്കൊക്കെ അറിയാം നമ്മുടെ ജോലിയുടെ വളർച്ചയ്ക്ക് കാരണം ഞാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവിടെ തളയ്ക്കുവാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം അവരങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷെ മുത്തശ്ശൻ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. പിന്നെ അറിയാലോ, ആദർശയുടെ ജയിലിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ സന്തോഷിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആദർശ് പറഞ്ഞു, അതിനെക്കുറിച്ചും എനിക്കറിയാം. നയന പറഞ്ഞു, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അമ്മയ്ക്ക് പല സത്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വന്നു അപ്പച്ചിയോട്. അബിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്രയാന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ. ആദർശ് പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്. ഇനിയിപ്പൊ അപ്പച്ചി എന്താണെങ്കിലും ആള് കളിച്ചോണ്ട് വരത്തില്ല എല്ലാവരുടെ മുന്നില്. സ്വന്തം മോനെ തെറ്റുകാരനല്ലാതാക്കാൻ ശ്രമിക്കത്തൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡോസ് കൊടുക്കുന്നല്ലാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല, പക്ഷേ എങ്കില് അത് അപ്പച്ചി ചോദിച്ചു വാങ്ങിയ കാര്യമാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമാണ് അമ്മ ചെയ്തേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ആദർശം പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നന്ദുവിന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. നന്ദു നോക്കിയത് ആരാന്ന് ഓർത്ത് എടുത്തു കഴിഞ്ഞപ്പോ അനിയാണ്. എന്താടാ ഈ സമയത്ത് വിളിച്ചേ?
നീ എന്തിനാ ഈ സമയത്ത് വിളിച്ചാന്നൊക്കെ ചോദിച്ച് നന്ദു ദേഷ്യപ്പെട്ടു. അതെ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ച അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. എടാ, എന്ത് സന്തോഷ വാർത്തയാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞിട്ട് വെക്ക്. ദൈവമേ, ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട അമ്മ എങ്ങാനും വന്നാൽ തീർന്നു. അമ്മയ്ക്ക് ഒന്നാമത്തെ കാര്യം സംശയമാണ്. ഇനിയിപ്പം ഫോൺ അടിക്കുന്ന കേട്ട് അമ്മ വന്നിട്ട് ചോദിക്കും ആരാ എന്താ ഏതാന്നൊക്കെ. നീ പറഞ്ഞോ ഞാനാന്ന്. ആഹാ, അങ്ങനെയാണെ തീർന്നു. അല്ല, അന്നെങ്കിൽ പിന്നെ കാര്യം നയനേച്ചാന്ന് പറ. ഈ സമയത്ത് നയനേരത്തി എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ഞാൻ പറയും? എടി, അതിനൊരു സന്തോഷ വാർത്തയുണ്ട്. ആദർശേട്ടൻ തിരികെ വന്നെന്ന് പറയാണ്. ഏ, തിരികെ എത്തിയോ? അതേന്നെ, വന്നതേ ഉള്ളൂ. അത് കേട്ടപ്പം നന്ദുവിനും ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് അനി പറഞ്ഞു, അതെ, ഇവിടെ ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാ. പിന്നെ ഇതറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നിന്റെ ചേച്ചിയും നിന്റെ നവ്യേച്ചിയും അതുപോലെ ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും അബിയാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. നന്ദു പറഞ്ഞു, അതൊരു കണക്കിന് സന്തോഷ വാർത്ത തന്നെയല്ലേ. അവരിപ്പോഴറിയണ്ട, അവരങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയണം. അല്ലെങ്കിലും എനിക്ക് വയ്യാന്നറിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നവ്യേച്ചി. എനിക്ക് കിട്ടേണ്ട ശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളുകൾ ചിരിക്കുക. അബി പറഞ്ഞു, അത് ശരിയാ. ഇപ്പോഴാണെങ്കിലോ ആദർശേട്ടൻ ജയിലിൽ പോയതിന് കാരണം അബിയെ ജയിലിലാക്കിയതുകൊണ്ടാണ് പോലും. ആദർശേട്ടൻ അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. ആദർശേട്ടന് ദൈവം കൊടുത്ത ശിക്ഷയാന്നൊക്കെയാ നിന്റെ നവ്യേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പറയുന്ന നിന്റെ നവ്യേച്ചിയോട് അവരോടൊന്നും പറയണ്ടെന്ന് തന്നെ കരുതിയിരിക്കുക. അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത് ശരിയാ. അനി പറഞ്ഞു, പിന്നെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര സന്തോഷം. അത് ആർക്കാന്നറിയാലോ, നിന്റെ നയനേച്ചിക്ക്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? നയനേച്ചി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അത് ശരിയാ. ആദർശേട്ടൻ ജയിലിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആകെ പാടൊരു മൂകതയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആ മൂകതയൊക്കെ ഒന്ന് മാറിയത്. ആദർശേട്ടൻ ജയിലിൽ നിന്ന് തിരികെ വന്നു കഴിഞ്ഞപ്പം മുത്തച്ഛൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കിടന്ന് പ്രയത്നിച്ചു. നന്ദ പറഞ്ഞു, ആ പ്രയത്നത്തിന് ഫലമുണ്ടായല്ലോ. എനിക്കും ഇപ്പോഴൊരു സമാധാനമായത്. നയനേച്ചി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നയനേച്ചിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവെന്ന് പറയാണ്. ആ സമയം അനി പറഞ്ഞു, എന്നാ ശരി, ഞാൻ വെച്ചേക്കട്ടെ, ഇനിയിപ്പോൾ അധികം നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. നന്ദുവിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ആദർശ് തിരിച്ചു വന്നതെന്ന് അറിഞ്ഞതിൽ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ നയന ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കോലം വരയ്ക്കുവാണ്. ആ സമയം ദേവേനെ ഇങ്ങോട്ട് വന്നു. ആ, കൊള്ളാലോ മോളെ, നല്ല ഭംഗിയുണ്ടല്ലോ കോലം കാണാനായിട്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. അല്ല, ഇന്നത്തെ കോലത്തിന് പ്രത്യേക ഐശ്വര്യമുണ്ട്. നിന്റെ മനസ്സിലെ സന്തോഷം ഈ കോലത്തിൽ അത് പ്രകടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം നയന പറഞ്ഞു, അല്ല, ആദർശേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് തിരികെ വരുമെന്ന് നമ്മൾ വിചാരിച്ചല്ലോ അമ്മേ. അപ്പൊ ആദർശേട്ടൻ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്നാലും അത് ആരായിരിക്കും മോളോട് വിളിച്ചു പറഞ്ഞേ ആദർശ് ജയിലില്ലാന്നുള്ള കാര്യം? അതെനിക്ക് അറിയില്ലമ്മേ. അല്ല, ഇനിയിപ്പോ കമ്പനിയിലുള്ള ആരെങ്കിലും അങ്ങനെ പറയുവോ? കാരണം അവർക്കറിയാലോ ആദർശ് ജയിലിലല്ലെന്ന്. അതേമ്മേ, പക്ഷെ എങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. ദേവേനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. കാരണം ആദർശ് ജയിലിലാവണമെന്ന് ആഗ്രഹിച്ചോട് തന്നെ. നയന പറഞ്ഞു, ആദർശേട്ടൻ ജയിലിലായിട്ടില്ല, പക്ഷെ ജയിലിലാവേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. പക്ഷെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതല്ലേ. ഈ വിചാരിച്ചവരെ, ഈ പറഞ്ഞവരൊക്കെ ചിലപ്പം മനസ്സിൽ വിചാരിച്ചു കാണും ആദർശേട്ടൻ ജയിലിലാവുന്നു. അപ്പൊ ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ചിലപ്പോൾ വിളിച്ചു പറഞ്ഞായിരിക്കും. പിന്നെ അറിയാലോ അമ്മേ, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലർക്കും സന്തോഷമല്ലേന്ന് ചോദിച്ചു. ദേവേന് പറഞ്ഞു, അതെ, നിന്റെ നവ്യേച്ചിക്കും ഹബിക്കും ജലജിക്കും എല്ലാവർക്കും സന്തോഷമാണ്. തൽക്കാലത്തേക്ക് അവര് കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. നയന് പറഞ്ഞു, അതെ, 1-2 ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അമ്മേ, കാര്യങ്ങളൊന്നും അറിയണ്ട, കുറച്ചങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അറിയത്തില്ലാത്തോണ്ടല്ല സത്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്ട് നവിയോട്. പക്ഷെ എങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കാര്യം എന്താവും ഓർത്തിട്ട് മാത്രമേ പറയാത്തെ. അല്ലായിരുന്നെങ്കിൽ ഉള്ള സത്യാവസ്ഥകളൊക്കെ നേരിട്ട് അങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴ് ഈ നവ്യെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ കോലം ഉണ്ടല്ലോ, അതൊരിക്കലും പിന്നെ ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം അവളുടെ അഹങ്കാരത്തിന് അടി ആയനും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തകരുള്ളൂ ഓർത്ത് മാത്രമല്ല ഞാൻ പറയാതിരിക്കുന്നേ. നവ്യ പറഞ്ഞു, അല്ല, നയന പറഞ്ഞു, സാരമില്ലമ്മേ, പോട്ടെ. എന്താണെങ്കിലും സന്തോഷിക്കുന്നവർ കുറച്ച് ദിവസത്തോടെ സന്തോഷിക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. ഇപ്പൊ ഹബിയുടെ കാര്യമാണെങ്കിലും അപ്പച്ചിയുടെ കാര്യം തന്നെയാണെങ്കിലും അറിയാലോ, പുറമെ അവർ സങ്കടം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ചിരിച്ചോണ്ടിരിക്കുക. അവര് വിചാരിച്ചോണ്ടിരിക്കുന്ന ആദർശാണ് ഇപ്പോഴകത്താന്നല്ലേ. ദേവേനി പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ദേവേനിയും പറഞ്ഞു. ഇതേ സമയം നവിയും മനസ്സിൽ കരുതുവാണ്, നന്ദുവിനെ ഒന്ന് കാണാൻ പോയാലോ. എന്നെക്കുറിച്ച് അവളോട് എന്താണെങ്കിലും അനി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇനിയിപ്പോൾ താൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ശരിയല്ല. അവളുടെ മുന്നിലേക്ക് ചെല്ലണം. തന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും അവളുടെ മുന്നിൽ താൻ ചെന്ന് നിൽക്കുമ്പോൾ അവൾക്ക് തന്നോട് ഇഷ്ടമൊക്കെ തോന്നിയാലോ.
അതിന് നല്ല കാര്യമല്ലേ, അവളെ കാണാൻ പോകാം എന്ന് നവീൻ തീരുമാനിച്ചു. ഇതേ സമയത്ത് അനി ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. തനിക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? തന്റെ രണ്ട് ചേച്ചിമാരുടെ വീടല്ലേ അത്. അപ്പൊ പിന്നെ തനിക്ക് അവിടെ പോയി കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒന്ന് പോയി കാണണം. അവളുടെ അടുത്ത് അല്പസമയം ഇരിക്കുന്നത് സംസാരിക്കുവാണെങ്കിൽ അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അവൾക്ക്. ഇനിയിപ്പം താൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും പ്രശ്നമില്ല. താനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഒന്ന് കാണാൻ ചെല്ലുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോവാം എന്നൊക്കെ കരുതിയിട്ട് അനി അങ്ങോട്ടേക്ക് നന്ദുവിനെ കാണാനായിട്ട് പോകാൻ ഒരുങ്ങുവാണ്. പിന്നീട് അനിയ അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് നവീനും പോകുന്നത്. അങ്ങനെ നവീൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അനി അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയം അനി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നവീൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ദൈവമേ, ഇവൻ അങ്ങോട്ടേക്കാണോ നന്ദുവിനെ കാണാനാണോ പോകുന്നത് എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് എങ്ങനെ കയറി ചെല്ലും? പക്ഷെ പെട്ടുപോയല്ലോ, ഇവൻ എന്തിനാ ഈ സമയത്ത് വന്നേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അനിയുടെ മനസ്സിൽ. അങ്ങനെ നവീൻ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനകയും ഗോവിന്ദനും ഉണ്ടായിരുന്നു. കനക വന്നിട്ട് പറഞ്ഞു, ഇതേ ഇപ്പം നവീൻ മോന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞോളൂ, ഞാനും നന്ദുവും കൂടെ. എന്താ ആന്റി പറഞ്ഞത്? അത് പിന്നെ ഇങ്ങനൊരു വക്കീലുള്ളത് നല്ല കാര്യമാണ്. ഒരു വക്കീല് കൂടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെ കേസും പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അതെ അതൊരു നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി അവളോട് ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടല്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ അവൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ. കാരണം അവള് തെറ്റിന്റെ ഭാഗത്തൂടെ പോകത്തില്ലെന്നറിയാലോ. പിന്നെ ഈ കേസും വഴക്കൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാ? കള്ളന്മാരെ പിടികൂടി കഴിയുമ്പോഴത്തേനും അല്ലേ. അതുകൊണ്ട് അതൊന്നും ഓർത്ത അങ്കിളും ആന്റിയും വിഷമിക്കൊന്നും വേണ്ട. അവൾ അവളുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നെന്ന് മാത്രം. അത് കേട്ട് കഴിഞ്ഞപ്പോ കഥ കുറച്ച് ശരിയാ മോനെ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ എങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയല്ലേ, ഞങ്ങൾക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താ? ഗുണ്ടകളല്ലേ. അവര് കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൾക്ക് ഇപ്പോഴും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നവീൻ പറഞ്ഞു, അതൊക്കെ അറിയാം. പക്ഷെ നന്ദു അതിനകത്തൊന്നും വീണ് പോകുന്നവളല്ലോ. അവള് നല്ല ബോൾഡ് അല്ലേന്ന് ചോദിച്ചു. ഗോവിന്ദൻ പറഞ്ഞു, അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾക്ക് കല്യാണപ്രായം എടുത്തോണ്ടിരിക്കുക. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവൾക്ക് എതിർപ്പാ. ഞങ്ങൾ എത്ര ആലോചന കൊണ്ടുവന്നു, ഇതുവരെ ആയിട്ട് ഒന്നും സെറ്റ് ആകുന്നില്ല. അപ്പോഴേക്കും കനക പറഞ്ഞു, അതെ ഞങ്ങൾ കുറെ എണ്ണം കൊണ്ടുവന്നു. ആ സമയം നവീൻ ചോദിച്ചു, അല്ല ഇപ്പോഴേതെങ്കിലും ആലോചന വന്നിട്ടുണ്ടോ? നന്ദുവിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആലോചന ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല മോനെ, ഇപ്പൊ ആലോചനകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അല്ല മോന്റെ അടുപ്പത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ, നല്ലൊരു ബന്ധമാണെങ്കിൽ നമുക്കത് നടത്താന്ന് പറയണേ. പിന്നീട് നവീനോട് ചോദിച്ചു, അല്ല മോന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? അതൊന്നും ആയിട്ടില്ല ആന്റി. അതെന്താ? അതെന്താന്ന് വെച്ചാ കുടുംബത്തിനാണെങ്കിൽ ഒരു പെൺകുട്ടി വേണ്ടേ. പിന്നെ എന്റെ കാര്യം അറിയാലോ, എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ വീട്ടുകാർക്ക്, എന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ ജോലിയുള്ള പെൺകുട്ടികളൊന്നും അതിന് താല്പര്യമില്ല. വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പെൺകുട്ടികളോടെ താല്പര്യം. ഗോവിന്ദൻ പറഞ്ഞു, അല്ല അച്ഛന്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണം കല്യാണം നടത്താനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടെ നോക്കിയില്ലെങ്കിൽ പിന്നെ അത് ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ മോനെ. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ രീതിക്ക് അനുസരിച്ച് വേണം അവർ പിന്നീട് മുന്നോട്ട് പോകാനായിട്ട്. അച്ഛനെ അമ്മയെ എല്ലാവരും നന്നായിട്ട് നോക്കി എത്ര ജോലിയുള്ളവളാണെങ്കിലും ആ രീതിക്ക് വേണം നിൽക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ കുടുംബ ബന്ധം മുന്നോട്ട് പോകുള്ളൂ പറഞ്ഞു. ഇതേ സമയത്ത് നവീൻ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം ഗോവിന്ദൻ കനകയോട് പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, വലിയ വക്കീലാന്നുള്ള തലക്കനം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവന് നിൽക്കാൻ വരാത്ത രീതിയിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനന്തപുരിയിലെ കേസ് വാദിച്ചതിന് ശേഷം ഇഷ്ടം പോലെ കേസുകൾ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും അവ സമയം കിട്ടുന്നതനുസരിച്ച് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നില്ലേ, ഇവിടെ വന്ന് നമ്മൾ നന്ദുവിനെയൊക്കെ കാണുന്നില്ലേ എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയാണ്. പിന്നീട് നന്ദുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ നന്ദു ഒരു ടെസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നവീനെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദുവിന് സന്തോഷമായി. നവീനെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദു ചോദിച്ചു, അല്ല ഇന്ന് നവീനേട്ടന് കോടതി പോകണ്ടായിരുന്നു ചോദിച്ചു. തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ? കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ കാണാൻ വന്നേന്ന് പറയാണ്. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നവീനേട്ടാന്ന് പറഞ്ഞു. അതെ നിന്റെ അച്ഛനും അമ്മയ്ക്കോ ഭയങ്കര ടെൻഷനാ. നീ ഇങ്ങനെ ഓരോ കേസിലൊക്കെ പോയി പെട്ട് ഇങ്ങനെ ഓരോ അപകടത്തിലൊക്കെ ചെന്ന് ചാടുന്ന ഓർത്തിട്ട്. നന്ദു പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ നവീനേട്ട? അതെ അതൊക്കെ എനിക്കറിയാം നന്ദു. പിന്നെ അവരുടെ വിഷമം, നിന്റെ കല്യാണം ഒന്നും നടന്നിട്ടില്ലല്ലോ, കല്യാണപ്രായമൊക്കെ ആയില്ലേ നിനക്ക്? ആര് പറഞ്ഞു? അതെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു 10-27 വയസ്സ് കഴിഞ്ഞിട്ടോ കിട്ടുള്ളൂ, അല്ലാതെ തളയ്ക്കപ്പെടാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. തളയ്ക്കപ്പെടാനോ? അതെന്താ നന്ദു നീ അങ്ങനെ പറഞ്ഞേ? അല്ല എല്ലാ പെൺകുട്ടികളും
ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ, കുറച്ച് നാളിങ്ങനെ അടിച്ചു പൊളിച്ച് കല്യാണം കഴിക്കാൻ ജീവിക്കണം. അതിനുശേഷം മതി. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാരാബ്ധമായി, കുടുംബമായി, കുട്ടികളായി, അവരുടെ കാര്യം നോക്കണം. പിന്നീട് അവർക്ക് അങ്ങനെ പുറത്തു പോകാൻ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനൊന്നും സാധിക്കില്ലല്ലോ. ഒരു പരിധി വരെയൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാണ്. നവീൻ പറഞ്ഞു, അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമല്ലേ, അല്ലാത്ത ജീവിതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയണം. നന്ദു പറഞ്ഞു, ഉണ്ടാവാം, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എനിക്ക് എന്താണല്ലോ ഇപ്പൊ കല്യാണം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവീൻ ചോദിച്ചു, അതെന്താ? ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ശരിക്കും മനസ്സറിഞ്ഞ് അടുത്ത് ഒരാളെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, നമ്മളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരുന്ന എനിക്ക് ഇഷ്ടമെന്ന് പറയണം. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്തറിയാവുന്ന ഒരാളാണെങ്കിൽ നന്ദുവിന് താല്പര്യമല്ലേ? അപ്പം നന്ദുവിന് അത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നന്ദു ഒരു ഞെട്ടലോടുകൂടി നവീനെ നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.